ഗ്രേ വുൾഫ് എന്ന് പറയുന്ന ചെന്നായ്ക്കളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ തെളിവുകൾ വന്നു കഴിയുമ്പോൾ അത് തിരുത്തുക എന്നുള്ളതും കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കെ പി എന്ത് പറയുന്നു, നമുക്ക് തിരുത്തിക്കൂടെ നമ്മുടെ? യെസ്, ഓഫ് കോഴ്സ്. ഈവൻ ഞാൻ അതിൻ്റെ ഒരു വളരെ ചെറിയ രീതിയിൽ ഞാൻ തന്നെ അത് 2 തവണ തിരുത്തി. ഒരു തവണ പ്രസൻറ്റേഷനിലൂടെ തന്നെ 2022 കോട്ടയത്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, അരൂപികളുടെ ജാതകം എന്ന് പറയുന്ന ആ ടൈമിലാണ് സ്വാന്ത പേബുവിന് നോബൽ പ്രൈസ് കിട്ടുന്നത്, പാലിയോജീനോമിക്സ്. ആ ടൈമിൽ തന്നെ ഞാനത് പ്രസൻറ്റേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി വന്നിട്ടുണ്ട്, അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണെന്ന് പറയുന്നത്. ഈ സ്റ്റഡിയെക്കുറിച്ച് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലബ് ഹൗസിൽ ഒരിക്കലും ഒരു ടോക്ക് ഒരു ഞായറാഴ്ച ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ആദ്യമാണ്. പിന്നെ പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഒരു രസമാണ്, കാഷ്വൽ ആയിട്ടിരുന്ന് ഒരു റിലാക്സ്ഡ് ഫോർമാറ്റിൽ സംസാരിക്കാം. എക്സാക്ട്. അപ്പോൾ ഗ്രേ വുൾഫ് അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ളത് നമുക്ക് പറയുന്നതിന് മുമ്പ് നായ്ക്കളെ കുറിച്ച് കുറച്ച് കാര്യം നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പട്ടികളെ ശ്രദ്ധിക്കുന്നവരാണ്, പട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ട്, വളരെ ചെറുത് മുതൽ വളരെ വലിപ്പമുള്ള അതുവരെ ആയിട്ടുള്ള നായ്ക്കളെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചുവാവ മുതൽ ഗ്രേറ്റ് ഡെയിൻ വരെ. ഗ്രേറ്റ് ഡെയിൻ വളരെ ഉയരം കൂടിയ ഒരു പട്ടിയാണ്. ചുവാവ വളരെ പോക്കറ്റ് സൈസാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു സഞ്ചിക്കകത്തിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അത്രയും ചെറിയൊരു പട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കെലിട്ടൻ തന്നെ എടുത്ത് പരിശോധിച്ചാൽ, ഞാൻ ഇതിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ കാണിക്കാൻ ശ്രമിക്കാം, ഒരു ജീവിയുടെ ആണെന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്തത്രയും വൈവിധ്യം ഉള്ള ഒരു ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. മനുഷ്യൻ വളരെ എത്രയോ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതലല്ലേ, അല്ലെങ്കിൽ ഒരു പേലിയോലിത്തിക്, ഒരു പഴയ ശിലായുഗം മുതൽ തന്നെ മനുഷ്യൻ്റെ കൂടെ കൂട്ടി മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെ ഉണ്ടാക്കിയെടുത്തണം. അത് നാച്ചുറലായിട്ട് പരിണാമത്തിനെ ടേക്ക് ഓവർ ചെയ്യാൻ വിടാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നടക്കുക, ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. നമുക്ക് സെൻസ് ഓഫ് സ്മെൽ അല്ലെങ്കിൽ മണം വളരെ മോശമായതുകൊണ്ട് മണ്ണിനടിയിലുള്ള പെരിച്ചാഴി അല്ലെങ്കിൽ മുയൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവികളെയൊക്കെ തുരന്ന് പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഡാഷൻഡ് പോലെയുള്ള പട്ടികൾ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട്, ബ്ലഡ് ഹൗണ്ട് പോലെയുള്ള നല്ല സ്നിഫിംഗ് കപ്പാസിറ്റി ഉള്ളത്, അതുപോലെ ചെറിയ ഇരകളെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയുന്ന തരത്തിൽ ഹൗണ്ടുകൾ, പ്രത്യേകിച്ച് ഇറ്റാലിയൻ ഗ്രേ ഹൗണ്ടൊക്കെ വളരെ ഫാസ്റ്റാണ്, അല്ലെങ്കിൽ സലൂക്കി, ഇങ്ങനെ ധാരാളം തരത്തിലുള്ള പട്ടികളെ നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെ തന്നെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ച വഴികൾ, മനുഷ്യൻ ലോകം മൊത്തം പോപ്പുലേറ്റഡ് ആയത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല വഴികളിലൂടെ പല സ്ഥലത്ത് പോയത് കാണാം. അപ്പോൾ അതുമായിട്ടൊക്കെ സിങ്ക് ചെയ്യുന്ന തരത്തിലാണോ നമുക്കിത് പട്ടികളുടെ ജനിതക പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടോക്കിന്റെ ഉദ്ദേശം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു, അല്ലേ കെ പി? പേപ്പറിലേക്ക് പോകുന്നതിന് മുൻപ് നായയുടെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പരിണാമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നായ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. മനുഷ്യൻ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവി എന്ന് പറയുന്നത് നായയാണ്. ഇപ്പോഴുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ബാക്കി കാണുന്ന ഓർഗാനിസംസ് എല്ലാം അതിനുശേഷം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡൊമസ്റ്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് കാലഘട്ടത്തിലായിരിക്കും ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പറഞ്ഞ്, നമ്മൾ ഇത്രയും കാലം നായയുടെ പരിണാമത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തതിന് ശേഷം ആ പഠനത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതായത് ഒരു ജീവി വൈൽഡിലുണ്ട്, വൈൽഡ് പോപ്പുലേഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ആ വൈൽഡ് പോപ്പുലേഷൻസിനെ മനുഷ്യൻ്റെതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ ഇവൻ ഒരു സ്വഭാവത്തിലും അതിൻ്റെ ശരീരഘടനയിലും ഇവൻ ഫിസിയോളജിയിൽ പോലും തലമുറകളായിട്ട് മനുഷ്യൻ നടത്തിയ മാറ്റങ്ങൾക്കൊടുവിൽ കിട്ടുന്ന ഒരു ജീവിയെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ, അല്ലെങ്കിൽ ഈവൻ ഡൊമസ്റ്റിക്കേറ്റഡ് പ്ലാന്റ്സ് പോലും ഉണ്ട്, ആനിമൽ മാത്രമല്ല, ജീവികളെന്ന് നമ്മൾ വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയായി മാറിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതുപോലുള്ള ജീവികളെ മനുഷ്യൻ മെരുക്കിയത് കൊണ്ട് ആണ് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ പരിണാമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആണ് ഈ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്, കൃത്രിമ നിർദ്ധാരണം.
അതായത് നമുക്ക് ഒരു കൂട്ടം വൈൽഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ചില ഗുണങ്ങൾ, ട്രൈറ്റ്സ് നമ്മൾ കാണുന്നു. ചിലപ്പോൾ അതിൻ്റെ ഭംഗിയായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കോയി ഫിഷുകളെ ഇപ്പോൾ നമ്മൾ വളരെ മാസീവായിട്ടുള്ള രീതിയിൽ പല നിറത്തിലുള്ള കോയി ഫിഷുകളെ നമ്മൾ അക്വേറിയം ബോൺസിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചൈനയിൽ ഒരു കാലഘട്ടത്തിൽ കോയ് ഫിഷ് എന്ന് പറയുന്നത് ഈ നിറത്തിലുള്ള കോയ് ഫിഷ് ആയിരുന്നില്ല. അത് കുറച്ചും കൂടെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ആയിട്ടുള്ള ഒരു കോട്ടായിരുന്നു അതിനുണ്ടായിരുന്നത്. ഇവൻ അത് മാംസത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മത്സ്യമായിരുന്നു. അപ്പോൾ ഉടനെ ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഒരു മ്യൂട്ടന്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഏതോ ചിലപ്പോൾ കർഷകരോ അല്ലെങ്കിൽ കർഷകൻ തന്നെ ആവണമെന്ന് പോലും ഇല്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യൻ അതിനെ വേർതിരിച്ചെടുക്കുന്നു. അതിൻ്റെ തലമുറകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള വളരെ വർണ്ണാഭമായിട്ടുള്ള തരത്തിലുള്ള കുറേ കോയ് ഫിഷുകളെ അതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ അല്ലെങ്കിൽ കൃത്രിമ നിർദ്ധാരണം എന്ന് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന പല പ്ലാന്റുകളുടെയും പല ജീവികളുടെയും കഥ എന്ന് പറയുന്നത് ഏതാണ്ട് സമാനം തന്നെയാണ്. നായയും ഇതുപോലെ മനുഷ്യൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജീവിയാണ്. ഈവൻ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ ഇതിന് പറഞ്ഞുകൊണ്ടാണ്. വേരിയേഷൻ അണ്ടർ ഡൊമസ്റ്റിക്കേഷൻ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ തലക്കെട്ട് തന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കാരണം അത് ഡാർവിൻ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ സെലക്ഷനും നാച്ചുറൽ സെലക്ഷനും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചില ഗുണങ്ങളെ നമുക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ ശരീരഘടനയിലാണെങ്കിലും അല്ലെങ്കിൽ അവയുടെ സ്വഭാവത്തിലാണെങ്കിൽ പോലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ ഗുണങ്ങൾ കൊണ്ട് അതിനെന്തെങ്കിലും ഒരു സർവൈവൽ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോകാമല്ലോ എന്നുള്ള ഒരു ഡാർവിൻ്റെ ചിന്ത കാണിക്കാൻ കൂടിയിട്ടാണ് ഒന്നാമത്തെ ചാപ്റ്ററിന് വേരിയേഷൻ ഉണ്ട് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പേരുമിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയുകയും ചെയ്യുന്നത്. അപ്പം നായ വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴാണ് നായ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഈ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ദ റീസൺ ഈസ്, അതായത് ഇപ്പോൾ നമുക്ക് നായയുടെ ഒരു അൾസേഷൻ്റെ അസ്ഥികൂടം കിട്ടുകയാണെന്നിരിക്കട്ടെ, സ്കള് കിട്ടുകയാണ്, ഒരു പഗിൻ്റെ സ്കള് കിട്ടുകയാണ്. ദെൻ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് പഗ് ആൻഡ് വിച്ച് വൺ ഈസ് എൻ അൾസേഷൻ്റെ സ്കൾ എന്നുള്ളത്. പക്ഷേ നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്കോഴ്സ് നായ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ വൂൾഫ്, ഡൊമസ്റ്റിക്കേറ്റഡ് വൂൾഫ് തന്നെയാണ് നായ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ആ നായയെ മനുഷ്യന് ഇണക്കി വളർത്താൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു വൂൾഫാണ്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോസിൽ റെക്കോർഡിൽ ഒരു വൂൾഫിൻ്റെ ഫോസിൽ കിട്ടും. അപ്പോൾ ഇത് വൂൾഫാണോ മനുഷ്യന് ഇണക്കി വളർത്തിയ നായയാണോ എന്ന് പറയുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്തേക്കുള്ള ഒരു കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലിയർ എവിഡൻസ് കിട്ടും ഇത് നായയാണ് എന്നുള്ളത്. അതിൻ്റെ ആ ഡെൻ്റൽ സ്ട്രക്ചേഴ്സിലൊക്കെ മാറ്റം വന്നിട്ട് വൂൾഫിൻ്റെ ബൈറ്റ് ഫോഴ്സ് പോലെ അല്ലല്ലോ ഒരു നായയുടെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. വൂൾഫിന് എനിക്ക് തോന്നുന്നു ഒരു 3 ഇരട്ടിയോളം ബൈറ്റ് ഫോഴ്സ് ഉണ്ട് അല്ലേ? നായേക്കാൾ ഒരു 4 ഇരട്ടി ബൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു ജീവിയാണ് വൂൾഫ്. അപ്പോൾ ഒരു 10,000 വർഷം 15,000 വർഷമൊക്കെ മുമ്പ് നമ്മൾ ഫോസിൽ റെക്കോർഡിൽ ഓഫ്കോഴ്സ് ഇത് നിസ്സംശയം നായയാണെന്ന് പറയാൻ പറ്റുന്ന ജീവികളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഒരുപാട് പിന്നിലേക്ക് പോകുമ്പോൾ. എങ്കിലും നമ്മൾ കരുതുന്നത് ഒരു 30,000 വർഷത്തിന് ഇപ്പോഴും ആയിരിക്കും നായയുടെ ആ വൈൽഡിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിനെ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതെന്നത്. പിന്നെ എന്തിന് നായ എടുത്തു എന്നുള്ളത് ഇറ്റ്സ് വെരി ഹൈപ്പോത്തസിസുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലോകമാണ്. എന്തിന് നായയെ നമ്മൾ മരിക്കുക എന്നുള്ളത്. അതിന് പലരും പല നമ്മൾ ആക്ച്വലി ഇന്ന് മനുഷ്യനെ എന്തിനൊക്കെയാണ് നായ വളർത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. കാര്യം ഇന്നുള്ള മനുഷ്യനേക്കാളും വെരി ഡിഫറെൻ്റ് അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കൃഷി ചെയ്തിരുന്നതിന് പകരം കൂടുതൽ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ പല ട്രൈബൽ പോപ്പുലേഷനും പല ആവശ്യങ്ങൾക്ക് പട്ടിയെ കൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കരടി വന്നു കഴിഞ്ഞാൽ പട്ടി ബഹളം ഉണ്ടാക്കും, അപ്പോൾ കരടി ഓടിപ്പോകും. അപ്പോൾ അതിന് കൊണ്ട് കിടക്കാറുണ്ട്. അതുപോലെ പട്ടിയുടെ ഒരു പാക്ക് സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുകയാണെങ്കിൽ അത് മുമ്പിൽ പോകും, ഈ ബുഷിൻ്റെ ഇടയിലൊക്കെ ചാടി എന്തെങ്കിലും അനക്കം കേട്ട് കഴിഞ്ഞ് ശ്രദ്ധിക്കും. നമ്മളെക്കാൾ കീൻ സെൻസ് ഉള്ളതുകൊണ്ട് അതൊരു പ്രൈമറി സാധനമാണ്. പിന്നെ ഈ ക്യാമ്പിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്പോയിൽസ് ഒക്കെ തിന്ന് അതിന് ജീവിക്കാനും പറ്റും എന്നുള്ളതാണ്. ഈ ഭയങ്കര നല്ല അത് ഈ ഓംനിവോറസ് ആയിട്ടുള്ള ഡയറ്റും കൂടെ അതിന് പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ കൊടുക്കുന്നതും കളയുന്നതും ഒക്കെ കഴിച്ചോളും. എക്സാക്ട്ലി അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്.
സോ എന്തിനായിരിക്കാം മനുഷ്യനോടൊപ്പം ഈ ജീവി കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്ന് നമ്മളൊരു കടയിൽ പോയി ഒരു നായ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാവൽ നായയായിട്ടോ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അല്ലല്ലോ അന്ന്. അന്ന് നമുക്ക് കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ മനുഷ്യവാസവുമായി ബന്ധപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞിരുന്ന കുറച്ച് വൂൾഫ് പോപ്പുലേഷൻസ്, അത് മനുഷ്യവാസമായിട്ട് അലഞ്ഞു തിരിയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസി ക്യാച്ച്. മനുഷ്യൻ കഴിച്ചിട്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് വളരെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എനർജി സേവിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം മനുഷ്യനുമായിട്ട് സഹവാസം ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് അവർക്ക് കൂടുതലുണ്ട്. അങ്ങനെ മനുഷ്യനുമായിട്ട് മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉണ്ട് എന്ന് കണ്ട് അടുത്തേക്ക് വന്നിട്ടുള്ള വൂൾഫ് പോപ്പുലേഷനിൽ നിന്ന് ആയിരിക്കണം ഓബ്വിയസ്ലി ആദ്യത്തെ സെറ്റ് ഓഫ് ജീവികളെ മനുഷ്യനോട് കൂടുതൽ ഇണ ഇണങ്ങി പെരുമാറാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ജീവികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം പട്ടിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് വൂൾഫിൻ്റെ ആണെങ്കിലും ജക്കാളിൻ്റെ ആണെങ്കിലും എല്ലാ ജീവികളുടെ കുഞ്ഞുങ്ങളും വളരെ ഫ്ലഫി ആൻഡ് ക്യൂട്ടാണ്. അപ്പോൾ ആൾക്കാരൊരു ഇന്നത്തെ മനുഷ്യൻ്റെ അതേ ഗുണങ്ങൾ തന്നെയായിരുന്നു ഒരു 30,000 ഉള്ള മനുഷ്യൻ്റെ ഗുണങ്ങൾ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇപ്പോഴൊരു മനുഷ്യനൊരു നായക്കുട്ടിയെ കാണുമ്പോൾ എന്തുമാത്രം ക്യൂട്ടായിട്ട് തോന്നുന്നു, അതുപോലെ തന്നെ ആയിരിക്കും ഒരു 30,000 വർഷമുള്ള ഒരു മനുഷ്യന് ഒരു നായക്കുട്ടിയെ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുന്നു. ഒരു ചെന്നായയുടെ കുഞ്ഞിനെ കാണുന്നു, അതിൻ്റെ കുഞ്ഞിനെ അവർക്ക് അവരുടെ ഒരു ഇഷ്ടം തോന്നി അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവാം. ഇറ്റ്സ് വെരി കോമൺ. അതിപ്പോൾ ഇവൻ കാട്ടിലൊക്കെ താമസിക്കുന്ന ട്രൈബൽസിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളത്. അത് നായ എന്ന് മാത്രമല്ല, ഞാൻ ഐ റീസെൻ്റ്ലി സോ എ വീഡിയോ, ഐ തിങ്ക് ഇറ്റ്സ് ആമസോൺ ട്രൈബ്സോ മറ്റോ ആണ്. ഒരു കൊച്ചുകുട്ടി അവനെ നടന്നു പോവുക, അവരെ കുറിച്ചിട്ടുള്ള ആ ട്രൈബിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയോ. അതിൽ അവൻ്റെ പെറ്റ് എന്ന് പറയുന്ന ഒരു സ്ലോത്താണ്, അവൻ്റെ ബാക്കിലിരിക്കുക, അത് സ്ലോത്തിൻ്റെ കുഞ്ഞ്. അപ്പോൾ ദാറ്റ് ഈസ് റിയലി ഫണ്ണി സ്റ്റഫ്. മാത്രമല്ല ഈവൻ ഈ പരിണാമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം ആഫ്രിക്കയിൽ വന്നിട്ട് ഫോസിൽ ഹണ്ട് ചെയ്തിട്ടുള്ള ചില മനുഷ്യരുണ്ട്. ഇപ്പോൾ ലൂയിസ് ലീക്കിയെ പോലുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ഫോസിൽ ഹണ്ടേഴ്സ്. അയാൾ ജനിച്ചതൊക്കെ തന്നെ അവിടെയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മിഷണറി ആയിരുന്നു. അപ്പോൾ അവിടെ ആഫ്രിക്കയിൽ ജനിക്കുന്നു. അവിടുത്തെ ട്രൈബുകൾ കിക്കുയു എന്നായിരുന്നു ആ ട്രൈബിൻ്റെ പേര്. ആ ട്രൈബിൽ ചേർന്നിട്ട് അവിടുത്തെ പിള്ളേരുമൊക്കെ ആയിട്ട് കളിച്ചാണ് അവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അവർ പെറ്റായിട്ട് കൊണ്ട് നടക്കാത്ത ജീവികളില്ല എന്നുള്ളതാണ് ആ നാട്ടിൽ. ഒരിക്കലും പുലിയെ കിട്ടിയിട്ടുണ്ട്. ബാബൂൺസ് എന്ന് പറയുന്ന അവരുടെ പെറ്റുകളിലെ മെയിൻ ഐറ്റമാണ് ബാബൂൺസ്. പിന്നെ കാട്ടിലെ മാന്, അങ്ങനെ എന്തെല്ലാം ജീവികളെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റുമോ അതിനെല്ലാം ഒരു പെറ്റായിട്ട് വളർത്തും എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആദ്യമായിട്ട് നായയെ ഒരു പക്ഷേ നമ്മൾ വേർതിരിച്ച് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കരുതിയിരുന്നത് എന്തെന്നാൽ, ഇപ്പം നായയുടെ ജീനോം എടുക്കുന്നു, അതിനെ സീക്വൻസ് ചെയ്യുന്നു, എന്നിട്ട് ചെന്നായയുടെ DNA എടുക്കുന്നു, സീക്വൻസ് ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. സോ വി ഡു നോട്ട് എക്സാക്ട്ലി സീ ഡോഗ് ഇൻ വൈൽഡിൽ നമ്മൾ ഡോഗ്സിനെ ഒന്നും കാണുന്നില്ല, ചെന്നായനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നത് ഓക്കെ ചെന്നായകളുടെ ഒരു സെറ്റിനെ എടുത്തിട്ടായിരിക്കും, അതായത് ഗ്രേ വുൾഫിൻ്റെ ഒരു സെറ്റിനെ എടുത്തിട്ടായിരിക്കും ഈ നായയെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നായിരുന്നു. കാരണം അവരുടെ DNA തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഈവൻ നായയുടെ സയൻറ്റിഫിക് നെയിം പോലും അങ്ങനെയാണ്. ചെന്നായയുടെ സയൻറ്റിഫിക് നെയിം കാനിസ് ലൂപ്പസ് എന്നുള്ളതാണ്. നായയുടെ സയൻറ്റിഫിക് നെയിം കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നുള്ളതാണ്. ഈ ചെന്നായയുടെ ഒരു സബ്സ്പീഷ്യസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഈവൻ ദർ ആർ സർട്ടൻ ബ്രീഡ്സ് വിച്ച് ക്യാൻ ആക്ച്വലി ഇന്റർബ്രീഡ് വിത്ത് ഗ്രേ വുൾഫ്സ് ഓൾസോ. ഗ്രേ വുൾഫുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ബ്രീഡുകൾ പോലും ഉണ്ട്. ഇവൻ അങ്ങനത്തെ ബ്രീഡുകളെ പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ കോൾഡ് വാർ സമയത്ത് ചെക്കോസ്ലോവാക്കിയൻ വുൾഫ് ഡോഗ് എന്ന് പറയുന്ന ഒരു വുൾഫ് ഡോഗിനെ അവിടുത്തെ USSR ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോലും ഉണ്ട്. അവരുടെ കൂടുതൽ, അതായത് വൂൾഫിൻ്റെ ഒരു ശ്രദ്ധയുണ്ടല്ലോ, വൂൾഫിൻ്റെ ഒരു ശ്രദ്ധയും അറ്റാക്കിംഗ് പവറും അതേപോലെ തന്നെ ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡോഗിൻ്റെ ഒബീഡിയൻസും ഉള്ള ഒരു ബ്രീഡിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ മിക്സ് ചെയ്ത് നോക്കി. പഴയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്, വൈറ്റ് ഫാങ്സ് എന്ന് പറഞ്ഞിട്ട്, വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. അത് ഇതുപോലെ ഇങ്ങനെ, അതായത് ഒരു വുൾഫ് പപ്പിനെ കാട്ടിൽ നിന്ന് കിട്ടുന്ന കഥയാണ്. അത് ആക്ച്വലി വുൾഫ് പപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡോഗ്സും അതായത് ഒരു ഹൈബ്രിഡ്, അങ്ങനെ ഒരു ഹൈബ്രിഡിന് കുറെ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് കോൾ ഓഫ് ദ വൈൽഡ് എഴുതിയ ജാക്ക് ലണ്ടന്റെ ബുക്ക് അല്ലേ? അതെ അതെ.
അതൊക്കെ 20-ാം നൂറ്റാണ്ടില് എനിക്കൊന്ന് അമേരിക്കക്കാർ വായിച്ച് പുളകം കൊണ്ട നോവലുകളാണ് ഈ വൈറ്റ് വാഗൻസ്. അവിടുത്തെ അവരുടെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് മലയാളിയുടെ നോവലുകളുണ്ട്. ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പോലെയൊക്കെ അമേരിക്കക്കാർ വായിച്ച് പുളകം കൊണ്ട നോവലുകളാണ് കോൾ ഓഫ് ദ വൈൽഡും ഈ വൈറ്റ് ഫാങ്സും ഒക്കെ. അതെ. അപ്പോ യെസ്, ദാറ്റ് ഈസ് ട്രൂ. അപ്പൊ അങ്ങനെയാണ് ഇവൻ നമ്മൾ അല്ല, പക്ഷെ ഒരിക്കലും എടുത്തു പറയേണ്ട ഒരു കരുതി. കാര്യമുണ്ട്. നോർമലി ഈ നമ്മൾ ഈ സ്പീഷീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ ഒരു കാര്യമാണ്, പലരും ചോദിക്കാറില്ല ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഈ പട്ടികൾ പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ്. വുൾഫിനെ യൂഷ്വലി പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഒക്കേഷണലി അങ്ങനെ തന്നെ മനഃപൂർവ്വം അല്ലാതെ തന്നെ ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ആ ഫാമിലിയിൽ എടുത്ത് നോക്കിയപ്പോൾ പെയിന്റഡ് ഡോഗ്സ് എന്ന് പറയുന്നതുമായിട്ട് ഇന്റർബ്രീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആർട്ടിക്കിലുള്ള ഡോഗുമായിട്ട് ഇന്റർബ്രീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാം തമ്മിൽ ഇതെല്ലാം ഒരു 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 ഒറ്റ കുടുംബം പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ഇന്റർപ്രീറ്റ് ചെയ്യാനൊന്നും പറ്റൂല. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ്. അത് പ്രിഫറൻസും ഇല്ല. വേറെ കാര്യം. ഇവൻ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് റഷ്യൻസ് ഈ ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗിനെ ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് വൂൾഫിന്റെ അത്രയും ആക്യുറസി അല്ല, അതിന്റെ ഒരു വല്ലാത്ത ഒരു കണ്ണിങ്നെസ്, സ്വഭാവമാണ്. ആ കണ്ണിങ്നെസ് അല്ല, പാക്ക് ഒരു ബിഹേവിയറും ഭയങ്കരമാണ് വുൾഫിനെ. പാക്ക് ബിഹേവിയർ ഭയങ്കര. പാക്ക് ബിഹേവിയർ മാത്രമല്ല, ഇറ്റ്സ് ഭയങ്കര ഒരു എന്താ പറയാ, അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇറ്റ്സ് അഗ്രസീവ്നെസ്, ബട്ട് ഇറ്റ്സ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു നിശ്ചയദാർഢ്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഡിറ്റർമിനേഷൻ. ഡിറ്റർമിനേഷൻ മച്ച് മോർ ബെറ്റർ ദാൻ ദ ഡോഗ്സ്. പിന്നെ പാക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഡോഗ്സിനെ കാട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഹൈലി സോഷ്യൽ ആനിമൽ. അപ്പോൾ അവരതാണ് കരുതിയിരുന്നത്. അങ്ങനെയുള്ള സ്വഭാവവും ഡോഗിന്റെ ഒബീഡിയൻസ് ഉള്ളത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയായിരുന്നു അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അതിന് വൂൾഫിന്റെ സ്വഭാവമാണ് കിട്ടിയത്. നമുക്ക് അതുകൊണ്ട് ബ്രീഡ് ചെയ്യാനേ സ്വാഭാവിക പറ്റുള്ളൂ. പക്ഷേ ജനറ്റിക് കോമ്പിനേഷൻ എങ്ങനെ നടക്കുന്നുള്ളതോ ഏത് ബിഹേവിയർ വരുന്നുള്ളതോ ഇറ്റ് ഈസ് ഹൈലി അൺപ്രിഡിക്റ്റബിൾ. അൺപ്രഡിക്റ്റബിൾ. സോ പിന്നെ പറയുന്നത് അടുത്ത ജനറേഷനിൽ പിന്നെ അതിന്റെ ഡോഗിന്റെ വൂൾഫിന്റെ ജീനോം ഡൈലൂട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഡൈലൂട്ട് ചെയ്യും. അതായത് പിന്നെ വീണ്ടും മൊത്തം അടുത്ത ജനറേഷനെല്ലാം ഡോഗ്സുമായിട്ട് ബ്രീഡ് ചെയ്ത് വൂൾഫിന്റെ ആ ജീനും ട്രൈറ്റ്സ് അതിനകത്തൊന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗ്. ഇറ്റ്സ് റിയലി ലുക്കിംഗ് ലൈക്ക് എ വൂൾഫ്. ഇപ്പൊ നിങ്ങൾക്ക് സിയാറിനെ ഇപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെ ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗ്സിനെ ബ്രീഡാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എൻ വൂൾഫ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗ്രേ വൂൾഫ്. പിന്നെ ഗ്രേ വൂൾഫിനെ പോലെ തന്നെ ഇരിക്കുന്ന വേറെയും കുറച്ച് ബ്രീഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഈവൻ DNA സീക്വൻസും സിമിലാരിറ്റി നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ, അപ്പോൾ ഗ്രേ വൂൾഫിൻ്റെ ഒരു സബ്സെറ്റ് ആണ് നായ എന്നാണ് നമ്മൾ കരുതി വെച്ചിരുന്നത്. ഇവൻ ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു പ്രസന്റേഷൻ 2018 തന്നെ ചെയ്തിരുന്നു, വീട്ടിലെ ചെന്നായ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ചെന്നായ, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വളരെ പതിയെ ആണെങ്കിൽ പോലും സ്വാൻഡെ പേബു എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ജെനറ്റിസിസ്റ്റ്, അദ്ദേഹം ഈ നശിച്ചു പോയിട്ടുള്ള DNA വീണ്ടും കുറച്ചും കൂടി മെച്ചപ്പെടുത്തി അതിനെ സീക്വൻസ് ചെയ്ത് അവൻ്റെ കോഡുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിയാൻഡർതാലുകളുടെ DNA അദ്ദേഹം സീക്വൻസ് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഡെനിസോവൻ്റെ DNA അദ്ദേഹം തന്നെയാണ് സീക്വൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കിടിലം ഒരു ടെക്നോളജി കൊണ്ടുവന്നപ്പോഴേക്കും അതുപയോഗിച്ചുകൊണ്ട് പിന്നെ എന്ത് പഴയ DNA നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കേസായപ്പോൾ 2020 ഒരു കൂട്ടം ഏൻഷ്യൻ്റ് DNA വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞരെല്ലാവരും കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നായകളുടെ, പല കാലങ്ങളിൽ ജീവിച്ചിരുന്ന നായകളുടെ സ്കെലറ്റൻസ് റിമൈൻസിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തു. ഏൻഷ്യൻ DNA വേർതിരിച്ചെടുത്തു. അതിൽ സ്റ്റഡീസ് ചെയ്ത് നോക്കി എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് വി ആർ ഗോയിങ് ബാക്ക് ഇൻ ടൈം, ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നത് പോലെയുള്ള. ഇത് ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗ് അല്ലേ? യെസ്, ഇത് ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗ് ആണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഗ്രേ വൂൾഫ്. അതെ അതെ, വളരെ സിമിലർ ആണ്. ഗ്രേ വൂൾഫിനെ പോലെയുള്ള ഒരു ഇതുണ്ട്. സോ അപ്പോൾ അങ്ങനെ കുറേ നാടുകളിൽ നിന്നുള്ള ഏതാണ്ട് 27 നായകളുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നായകളുടെ DNA ഇവരെടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 10,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന നായകളുടെ DNA എടുത്തു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രേ വൂൾഫ്സ് അല്ല ഈ നായയുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
അതായത് ഇന്നത്തെ ഗ്രേ വുൾഫ്സിനകത്ത് വരുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും നായ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രേ സോറി ഗ്രേ വുൾഫിനകത്ത് വരുന്ന ഒരു ക്ലാഡായിട്ട്, ക്ലാഡ് എന്ന് പറയുന്നത് നമ്മൾ എവല്യൂഷണറി ബയോളജിയിലും ടാക്സോണമിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഒരു ക്ലാഡ്, ഒരു സെറ്റ് ഓഫ് ആണെന്ന് നമുക്ക് കരുതാമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ഇപ്പം മനസ്സിലാവുന്നത് വെച്ചാൽ അങ്ങനെ അല്ല, നായ മറ്റൊരു ക്ലാഡാണ്. അത് ഗ്രേ വൂൾസിൻ്റെ ക്ലാഡിനകത്ത് വരുന്നത് അല്ല. ദേ ഹാവ് സംതിങ് കോൾഡ് റെസിപ്രോക്കൽ മോണോഫൈലി എന്ന് പറയുന്നത്. അവർക്ക് അവർ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ക്ലാഡുകളിലുള്ളതാണ്. നായക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു ആൻസിസ്ട്രൽ പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേ വൂൾസിനും വേറൊരു ആൻസിസ്ട്രൽ പോപ്പുലേഷൻസ് ഉണ്ട്. അപ്പം നായ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫ്രം എ വൂൾഫ് പോപ്പുലേഷൻ. ഒരു വൂൾഫ് പോപ്പുലേഷനിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഡെഫിനറ്റ്ലി എ ഗ്രേ വൂൾഫ്, ദാറ്റ്സ് എ എക്സ്റ്റിങ്ക്റ്റ് വൂൾഫ് പോപ്പുലേഷൻ നൗ. അതിൽ നിന്നാണ് നായ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വൂൾഫ് പോപ്പുലേഷനും ഗ്രേ വൂൾസിൻ്റെ പോപ്പുലേഷനും കൂടെ ഒരു പൊതുപൂർവ്വം ഇങ്ങനെ പങ്കിട്ടിരുന്നു എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കാണേണ്ടത്. ഇന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ നായയ്ക്ക് ഒരുപാട് DNA കിട്ടിയിട്ടുണ്ടാവും എന്നാണല്ലോ നമ്മൾ കരുതിയിരുന്നത്. കാരണം ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഗ്രേ വുൾഫ്സ് എന്ന് കരുതിയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല ഈ സ്റ്റഡി കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഈ നായയിൽ നിന്ന് ഒരുപാട് DNA തിരിച്ച് വൂൾസിലേക്ക് പോയി എന്നുള്ളതാണ് ആ സ്റ്റഡി കാണിക്കുന്നത്. നായയിൽ നിന്ന് ഒരുപാട് DNA വൂൾസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഫ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഫ് മാത്രമല്ല, ഈ നായ ഉള്ള പല സ്ഥലങ്ങളിലെയും വൈൽഡ് വൂൾസിലേക്ക് ആ നായയുടെ അവിടെയുള്ള നായകളുടെ DNA കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൊണ്ടാണ് മുമ്പുണ്ടായിരുന്ന ആ DNA സ്റ്റഡിയിൽ നമുക്കൊരു തെറ്റിദ്ധാരണ വന്നത്. ഇവരുടെ DNA രണ്ട് സിമിലർ ആയിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൂൾഫിൽ നിന്ന് കിട്ടിയത് കൊണ്ടല്ല, ഡോഗിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തത് കൊണ്ടാണെന്നുള്ളത്. അതായത് ഏത് ഡയറക്ഷനിലാണ് ജീൻ ഫ്ലോ നടന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ നമ്മൾ ഈ കാലഘട്ടം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അത് ആക്ച്വലി ഡേവിഡ് റൈഹിൻ്റെ ലാബിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് റൈഹ് എന്നാണ് ആ പേര്. പക്ഷെ നമ്മൾ ഡേവിഡ് റൈക്ക്, ഇവൻ ഞാൻ പോലും ഡേവിഡ് റൈക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പം, ഡേവിഡ് റൈക്ക് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഡേവിഡ് റൈഹ്. അപ്പോൾ അതാണ് ഒരു സംഗതി. നായയിൽ നിന്ന് ഒരുപാട് DNA ചെന്നായി ഇന്നുള്ള ഗ്രേ വുൾഫ് പോപ്പുലേഷൻസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. കൊടുക്കൽ വാങ്ങലിൽ നമ്മൾ വിചാരിച്ചിരുന്നതിന്റെ കാര്യത്തിൽ നിന്ന് നല്ലൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് ഉൾഫുകളിൽ നിന്ന് ജീൻ ഫ്ലോ ഇങ്ങോട്ടാണ്, നായ്ക്കളിലേക്കാണ് കിട്ടിയിരുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല. പകരം തിരിച്ച് ഉൾഫ് പോപ്പുലേഷനിൽ, ഉൾഫുകൾ എവിടെയൊക്കെ ഉണ്ടോ ആ പോപ്പുലേഷനിലെല്ലാം, അത് ചില എക്സെപ്ഷൻസ് എന്തോ ഒന്ന് രണ്ടെണ്ണം ആ പേപ്പറിൽ പറയുന്നുണ്ട്. പക്ഷെ യൂഷ്വലി അവിടുന്ന് ഇങ്ങോട്ടല്ല, പകരം ഇവിടുന്ന് നായ്ക്കൾ ജീൻസ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത്, ഉൾഫ് പോപ്പുലേഷനിലേക്ക് പോയി എന്നുള്ളതാണ് കാണുന്നത്. അതായത് അന്നുണ്ടായിരുന്ന ഒരു ആൻസിസ്ട്രൽ ഉൾഫിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് നായ. പക്ഷെ ഇന്നത്തെ നായകൾ അവരുടെ കുറെ ജനറ്റിക് ഇൻഫർമേഷൻ വൈൽഡ് ഉൾഫ് പോപ്പുലേഷനിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം, അല്ലേ? യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. അതാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും കൂടെ ഈ സ്റ്റഡീസ് വയ്ക്കുന്നുണ്ട്. ഈ നായയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ജീവി, ഫസ്റ്റ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. ഈ നായക്ക് ആക്ച്വലി മനുഷ്യൻ്റെ ഇവല്യൂഷൻ പോലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റേ അർത്ഥത്തിൽ അത് മിറർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പരിണാമം നായ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പരിണാമം പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നായയുടെ പരിണാമവും എന്നുള്ളതാണ്. ഇവൻ ഇപ്പോൾ നമുക്ക് ഒരു അഗ്രികൾച്ചർ റവല്യൂഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് മനുഷ്യൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന ഒരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യന് ഒരുപാട് തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ യൂറോപ്യൻസിന് ഒരു വളരെ ഫെയർ ആയിട്ടുള്ള സ്കിൻ കളറ്
അവരുടെ പോപ്പുലേഷൻ ഫിക്സ്ഡ് ആവാനുള്ള റീസൺ പോലും ഈ പറയുന്ന അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ വേരിയേഷൻസ്, സ്റ്റാൻഡിങ് വേരിയേഷൻസ് അവരുടെ പോപ്പുലേഷൻസിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇവല്യൂഷണറി പ്രഷർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വന്നതോടുകൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. സോ അഗ്രികൾച്ചർ മനുഷ്യനെ പോലും ഒരുപാട് മാറ്റിയിട്ടുണ്ട്. മനുഷ്യനെ മാത്രമല്ല മാറ്റിയത്, മനുഷ്യനുമായിട്ട് ബന്ധമുണ്ടായിട്ടുള്ള പല ജീവികളെ അത് മാറ്റി. അതിലൊരെണ്ണമാണ് ഈ നായ എന്ന് പറയുന്നത്. നായയിൽ AMY2B എന്ന പേരുള്ള ഒരു ജീനുണ്ട്. അതിൻ്റെ പ്രവർത്തനം എന്തെന്നാൽ, അതിൻ്റെ ധർമ്മം എന്തെന്നാൽ അത് സ്റ്റാർച്ച് ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. സ്റ്റാർച്ച് ഡൈജഷൻ. അപ്പോൾ ഈ സ്റ്റാർച്ച് ഡൈജഷനെ സഹായിക്കുന്ന ഈ ജീൻ്റെ കോപ്പികൾ, ഈ ജീൻ തന്നെ ഒന്നിലധികം കോപ്പികൾ നമുക്ക് ഇതിനകത്ത് നായയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ആ കോപ്പികൾ ഉണ്ടായതെന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി ആ അഗ്രികൾച്ചർ തുടങ്ങുന്ന ആ ടൈമിലേക്ക് ആകുമ്പോഴേക്കും അവരിൽ ഒന്നിലധികം കോപ്പീസ് ഓഫ് AMY2B ജീൻ അവരുടെ കോപ്പി നമ്പർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതേ ജീൻ പക്ഷേ അധികം കോപ്പി നമ്പറൊന്നും ഇല്ലാതെ തന്നെ ഹണ്ടർ ഗ്യാദറേഴ്സ് ഉപയോഗിക്കുന്ന ഡോഗ്സിൽ കാണുന്നു എന്നുള്ളതാണ്. ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ട് ചെയ്യുന്നു, ഒരു ഭക്ഷണം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ദേ ഡു നോട്ട് ഡു അഗ്രികൾച്ചർ. അല്ല, അത് ഇപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇപ്പോഴുള്ള ഹണ്ടർ ഗ്യാദർ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ഇതിനകത്ത് പോലും കാണുന്നു എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ്. യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഐ ഡു നോട്ട് റിമെമ്പർ ദ നെയിം. ബാൻഡു സ്പീക്കിംഗ് കുറച്ച് ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്. അവരോടൊപ്പം ഹണ്ടിങ്ങിന് പോയി താമസിക്കുന്ന യൂട്യൂബ് വീഡിയോ യൂട്യൂബിലുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. അത് നിങ്ങൾ കണ്ടേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണുമ്പോഴാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാകുന്നത്, ഓക്കെ, ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ജീവിത രീതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണണോ ആ യൂട്യൂബിലുണ്ട്. അത് പോയി കാണുക. അതിൽ ആ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ആൾ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഡയലോഗ്. അദ്ദേഹം പറയുന്നത്, when I look at them, I am actually not seeing those tribes, but we are actually witnessing ourselves. നമ്മൾ തന്നെയാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ കാണുന്നത് എന്നുള്ളത്. That's a true thing. ഒരു ബാബൂൺസിനെ, It's like a time machine that shows you what we used to be. and they are using dogs. Dogsനെ യൂസ് ചെയ്യുന്നുണ്ട്. ഡോഗ്സിനെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഹണ്ട് ചെയ്തത്. നമുക്കൊരു ചെറിയൊരു